സോ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാം. അതിനു വേണ്ടി നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. വിൻഡോസിൽ പോയിട്ട് ജസ്റ്റ് cmd എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതിനുശേഷം കിട്ടുന്ന വിൻഡോ കമാൻഡ് പ്രോംപ്റ്റിനകത്ത് നമുക്ക് ഗിറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഗിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ അതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള കമാൻഡ് കിട്ടുകയാണെങ്കിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്ന് അർത്ഥം. അതിന് പുറമെ നമുക്ക് ഗിറ്റിൻ്റെ ഏത് വേർഷനാണ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഗിറ്റ് -v എന്ന് ടൈപ്പ് ചെയ്താൽ മതി. സോ ഇത് നമുക്ക് മനസ്സിലാക്കാം, ഗിറ്റ് 2.4.5.2 എന്നുള്ള വേർഷനാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഗിറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി ഇതിനകത്ത് ഗിറ്റ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതുപോലെ ഗിറ്റ് ലാബ്, ബിഗ് ബക്കറ്റ്, ഗിറ്റ് ലാബ്, ഗിറ്റ് ഹബ്ബ് ഇതുപോലത്തെ നിരവധി ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗിറ്റ് ഹബ്ബാണ്. സോ അതിനായിട്ട് നമ്മൾ ഗിറ്റ് ഹബ്ബ് ഗ്ലോബലി കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കമാൻഡ് എൻ്റർ ചെയ്യണം. ആ കമാൻഡ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഗിറ്റ് കോൺഫിഗ് -global user.name. നമ്മുടെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഗിറ്റ് ഹബിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് ഈ കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കൂ. സോ അതിനായിട്ട് ഗിറ്റിനകത്ത് പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഞാനിവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഗിറ്റിൻ്റെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയി വരും. ഇതിനകത്ത് റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിൽ ചെന്നാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ യൂസർ നെയിം വരുന്നത്. സോ ഈ യൂസർ നെയിം നമുക്ക് ഇവിടെ കോൺഫിഗറേഷനിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തതിൽ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. ഒന്നും കൂടി റീചെക്ക് ചെയ്യാം. ഗിറ്റ് കോൺഫിഗ് -global. സോറി, ഇവിടെ 2 ഹൈഫൺ എൻ്റർ ചെയ്യാനുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ യൂസർ നെയിം ഗ്ലോബലായിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ഐഡിയും നമ്മൾ ഗ്ലോബലി നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിന് ഇവിടെ ഗിറ്റ് കോൺഫിഗ് -global user.email എന്ന് എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി, നമ്മൾ ഗിറ്റ് ഏത് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, സോ ആ ഇമെയിൽ ഐ ഡി നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. സോ ഇപ്പോൾ നമ്മളുടെ ഗിറ്റ് ഗ്ലോബലി രജിസ്റ്റർ ആയിട്ടുണ്ട്. സോ ഇതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഏത് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഗിറ്റ് ഹബ്ബുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്.